നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. ക്യാബിനിലിരിക്കാം. വേഗം വാ. Hi, babes. What a Mura cheese. Adi! Hi, my friends are Hi. a big fan of you. Can I click a picture with you? Yeah, sure. Broad shoulders. Wow, you're hot. I love this picture. What's this? Your hair is not even done. Don't we have to shoot? Yes. What now? എന്നെ സമാധാനമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല അല്ലേ? എനിക്ക് നിന്നോട് സംസാരിക്കണം. ഞാൻ തന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞതല്ലേ? എനിക്കിനി ഒന്നും കേൾക്കാനുമില്ല. പോരാ, ഇതും കൂടി കേൾക്കണം. ഓക്കെ, ഞാൻ ഈവനിംഗിൽ ഫോൺ ചെയ്യാം. ദിസ് ഇസ് മൈ വർക്ക് സ്പേസ്. എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം. I don't care. I don't want to talk to you right now. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. സംസാരിക്കാൻ പറ്റുമ്പോ ചേച്ചി വന്ന് സംസാരിക്കേ. What the hell are you doing? We already delayed by an hour. Just do the hair. Sorry, ma'am. Tell me. മാരി മീ. What? എന്നെ കല്യാണം കഴിക്കാൻ. എന്ത്? എന്നിട്ട് കുട്ടിയായ ശേഷം നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. പിന്നെ എനിക്ക് ഹോസ്റ്റലിലേക്ക് പോവാം. തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കുട്ടിക്ക് അച്ഛൻ്റെ പേര് ഉണ്ടാവുകയും ചെയ്യും. എന്തിനാ അച്ഛൻ്റെ പേര്? അമ്മയുടെ പേര് കൂടുതൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്റ്റോപ്പ് ദിസ് ഫെമിനിസ്റ്റ് ബുൾഷിറ്റ്. എൻ്റെ അപ്പനും അമ്മയും നല്ല വാല്യൂസ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പനമ്മയും പേടിച്ചിട്ടാണോ ഈ തീരുമാനം? ലിസൺ, നമുക്ക് രണ്ടാൾക്കും കല്യാണത്തിന് താല്പര്യമില്ല. ലോങ് ടേം റിലേഷൻഷിപ്പിനും താല്പര്യമില്ല. നമ്മുടെ കുറ്റത്തിന് കുഞ്ഞെന്ത് പിഴിച്ചു? പിന്നെ ഞാനിതൊക്കെ ചെയ്യണത് നമ്മുടെ കുട്ടിയെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജസ്റ്റ് ബീങ് റെസ്പോൺസിബിൾ. ബാക്കിയെല്ലാം നീ തീരുമാനിച്ചോ. നമ്മുടെ യൂഷ്വൽ റൈറ്റ്, ബീഫ് സ്റ്റേക്ക്. ആക്ച്വലി എനിക്കിന്ന് ബീഫ് കഴിക്കാൻ മൂഡില്ല. I'll have a veg burger. All right. 1 veg burger, 1 beef steak, 2 large Malibu, and that's all. അച്ഛാ. Thank you. എനിക്ക് റം കുടിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ പറ്റിയേ? ഞാൻ ആൽക്കഹോൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുക. I'll have an iced tea. ഓക്കെ സർ. I was thinking about having a baby. ബേബിയോ? ഓ, നിന്റെ യൂഷ്വൽ അഡോപ്ഷൻ വട്ട് അല്ലേ? യു ഷുഡ് ആക്ച്വലി ഗെറ്റ് മാരീഡ്. ഒരു കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് വളർത്തുന്നത് അങ്ങനൊന്നും ആയിരിക്കില്ല. Will you please listen to me? You're just like him. Like who? Sir, you order? Thank you. Your iced tea. Dad, I'm pregnant. What? I'm pregnant. Oh, I didn't know that you were in love with someone. അല്ല, I'm not in love with anyone. പിന്നെ? ഞങ്ങളൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വെച്ചാ കണ്ടത്. And it just happened. അച്ഛനൊന്നും പറയാനില്ലേ? ആരാ ആള്? എനിക്കറിയോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകണം. അല്ല, എനിക്ക് അവനെ കല്യാണം കഴിക്കാൻ ഒരു ഉദ്ദേശമില്ല. So you don't want to marry him. പിന്നെ? കല്യാണത്തിൽ എനിക്ക് ഒരു വിശ്വാസമില്ല. കാരണം അറിയാലോ. ആൻഡ് എനിക്ക് അയാളെ നേരെ ചൊവ്വേ അറിയില്ല. ഐ എം നോട്ട് ഇൻ ലവ് വിത്ത് ഹിം. അപ്പോൾ നിന്റെ ഈ തീരുമാനത്തിന് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇഫ് യു ക്യാൻ, പറ്റുമെങ്കിൽ. ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലല്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. ഹി ഡസൻ ബിലീവ് ഇൻ കമ്മിറ്റ്മെന്റ്. പിന്നെ ഞങ്ങൾ എന്തിനു കല്യാണം കഴിക്കണം? നിങ്ങൾ രണ്ടുപേരുടെയും വാശിയേക്കാൾ വലുതാണ് ഈ കുഞ്ഞിൻ്റെ ജീവിതം. ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനം എടുത്തപ്പോൾ നിന്നെക്കുറിച്ച് വേണ്ടത്ര ആലോചിച്ചിരുന്നില്ല ഒരിക്കലും. നീ അങ്ങനെ ആവരുത്. ഈ കുഞ്ഞിന് എന്താണോ നല്ലത് അതായിരിക്കണം നിന്റെ തീരുമാനം. ഡു വാട്ട് എവർ ഈസ് റൈറ്റ് ഫോർ യുവർ ബേബി. അവള് കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. തുടക്കം മാംഗല്യം തന്തുനാനേന, പിന്നെ ജീവിതം തുന്തുനാനേന. സോറി, 5 മിനിറ്റ് ലേറ്റ് ആയി.
അല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ സമയത്തിനുണ്ട് ആർക്കും വിലയില്ലല്ലോ. 5 മിനിറ്റല്ലേ ലേറ്റ് ആയല്ലോ. ട്രാഫിക് ഉള്ളതെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? സോറി പറയുകയും ചെയ്തു. ഞാനും അതേ ട്രാഫിക്കിലാണല്ലോ ഇവിടെ എത്തിയത്. തനിക്കതിന് വേറെ പണിയില്ലല്ലോ. ഒച്ചയും വെള്ളം വെച്ച ആൾക്കാരെ പറ്റിക്കില്ലല്ലേ പണി. ദേ, താൻ വേണമെങ്കിൽ എന്നെ ചൊറിഞ്ഞോ. എന്റെ പാട്ടിനെ കുറിച്ചൊന്നും പറയരുത്. തനിക്കറിയാം എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന്. എനിക്കറിയില്ല, ഇനി അറിയും വേണ്ട. താനൊന്ന് വാ. ഈ പാട്ടൊക്കെ പാടുന്ന അനന്തപ്രായം യാ, എന്താ ബാൻഡിന്റെ പേര്? ഓൺ ദ റോക്സ്. പാറപ്പുറത്തോ? ഓൺ ദ റോക്സ്. നിങ്ങൾ ഈ സംഗീതത്തിന്റെ പേരിൽ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് രാബേഷ്? നല്ല പാട്ടിട്ട് ഉണ്ടാക്കുകയില്ല, പഴയ പാട്ടൊക്കെ എടുത്ത് നശിപ്പിക്കുകയും ചെയ്യും. എടോ, ഈ കന്നഡത്തിലൊക്കെ എത്ര നല്ല മനോഹരമായ പാട്ടുകളാ, അതും കൂടെ എടുത്തൊന്ന് നശിപ്പിച്ചുകൂടെ? നിങ്ങളാരാ? ശാസ്തമംഗലോ? താൻ തന്റെ പണി ചെയ്താൽ മതി. അല്ലല്ല, ഞാൻ കോതമംഗലം. ഒരുപാട് നാൾ ഇവിടെ സെറ്റിൽ ആയിട്ട്. തമാശ. ഏറ്റില്ലല്ലേ? സൈൻ. സൈൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഇനി എന്താണാവോ? ഈ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ടും വരില്ല. തനിക്കല്ല ആൾക്കാരെ ബോധിപ്പിക്കുക എത്ര നിർബന്ധം. താൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു. ദേ, ഇവിടെ വരെ എത്തിച്ചിട്ട് ഒരുമാതിരി മൊറ്റ വർത്തനം പറയില്ല. എനിക്ക് സൗകര്യമില്ല. ഐ എം സോറി. എന്നാൽ ഈ കല്യാണം കഴിക്കാനേ എനിക്കും സൗകര്യമില്ല. ദേ, ഈ നിർത്ത് വെളിച്ചിൽ കാണിക്കില്ലേ? നിങ്ങൾ കല്യാണം കഴിക്കാൻ തന്നെയാണോ വന്നിരിക്കണേ? ഇത് ഡിവോഴ്സ് ഓഫീസ് അല്ല. ആ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന വഴി ഇയാളുടെ പാട്ട് വല്ലതും കേട്ട് കാണും. മന്ദാര ചെപ്പുണ്ടോ, മാണിക്ക എന്തോ ഉണ്ട്. ഐ എം ലീവിങ്. എനിക്കിനി ഒന്നും പറയാനില്ല. താൻ വേണമെങ്കിൽ പോയിക്കോ. എനിക്ക് കുറച്ച് എത്തിക്സ് ഉണ്ടായി പോയി എന്ന് വെച്ച് എക്സ്പ്ലോയിറ്റ് ചെയ്യരുത്. പ്ലീസ് ഒന്ന് സൈൻ ചെയ്യും. ഓഹ്, ഞാൻ എവിടെ വേണമെങ്കിലും വരാം. കൃത്യം 1 മാസം കഴിഞ്ഞിട്ട് ഡേറ്റ്, മാർച്ച് 25. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പോടാ. വന്നാ പറയാൻ വന്നെന്ന്. മറിയേ, ഞാനിങ്ങെത്തി. അവൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ സാരമില്ല, താക്കോലുണ്ടായിരുന്നല്ലോ, ഞാനിങ്ങ് കയറി. ഓ, അയ്യോ, എൻ്റെ കർത്താവേ, എന്നതാ ഇത്? ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. ഇതൊരു വഴിക്കാക്കി എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ നടു ഒടിയും. എൻ്റെ ഈശോ മിശിഹായേ. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? അസുഖം ഭേദമായില്ലേ? സ്വച്ഛ ഭാരത്. അലിസുട്ടി വന്നതിന്റെ ലക്ഷണമായിരുന്നോ? ഞാൻ വിചാരിച്ചു എനിക്ക് വീട് മാറിപ്പോയെന്ന്. ഇതെപ്പോ എത്തി? ഞാൻ നിന്നേക്കാളും 40 വർഷം മുമ്പേ എത്തിയതാടാ. ഞാൻ ഇന്നും അമ്മച്ചിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അമ്മച്ചിയൊന്നും പറഞ്ഞില്ല. എടാ, നിനക്കിപ്പോ എന്നതാ വേണ്ടത്? എനിക്ക് എന്റെ കൊച്ചനെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാനൊരു വണ്ടി എടുത്തിങ്ങി വന്നു. എന്നതാ, വരാൻ പാടില്ലേ? വല്യമ്മച്ചിയും തുടങ്ങിയോ അമ്മച്ചിയുടെ ഈ കരച്ചിൽ സീരിയൽ കാണാൻ? നിന്റെ അമ്മച്ചി ചാനൽ മാറ്റാൻ സമ്മതിക്കാതെ അവിടെ കൂടി ഇരുന്ന് എനിക്കൊരു ശീലമായി പോയതാ. പിന്നെ ഇത് തൽക്കാലം ഓഫ് ആയിരിക്കട്ടെ. വല്യമ്മച്ചി ഒന്ന് എന്നോട് സംസാരിക്കുക. എത്ര കാലായി? എന്തു പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്താ? എന്നാത്തിനാടാ പച്ചക്കപ്പ തിന്നുന്നത്? വല്യമ്മച്ചി ഇവിടെ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പൊ തരാം. നിന്നോട് എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിന്റെ അമ്മച്ചി നിനക്ക് കല്യാണം ആലോചിക്കാനുള്ള പുറപ്പാടില്ല. പെണ്ണ് നമ്മുടെ വർക്കിച്ചായന്റെ കൊച്ചുമോള്. പെണ്ണ് കൊള്ളാം, നിന്റെ ടൈപ്പാ, ഒരു ഗുണ്ടുമണി. എന്റെ കല്യാണം ഞാൻ അറിയാതെ ഉറപ്പിക്കാനോ? അതിന് ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണെന്ന് ആരാ പറഞ്ഞേ? നീ പറഞ്ഞത് നേരാ. നിന്റെ സമ്മതമില്ലാതെ നിന്റെ കല്യാണമൊക്കെ ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അതും നീ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സ്ഥിതിക്ക്. ഈ മാരേജ് ആപ്ലിക്കേഷൻ്റെ കാര്യമാ പറഞ്ഞത്. അത് ഞാൻ വല്യമ്മച്ചിയോട് ഇപ്പൊ പറയാൻ പോയതാ. പോയതോ? ആ. എടാ, കെട്ട് കഴിഞ്ഞിട്ടാണോ പറയുന്നത്? വല്യമ്മച്ചിക്ക് മറ്റുള്ളവരെക്കാളും കൂടുതൽ എന്നെ അറിയാലോ. പിന്നെ അവളെ ഞാനൊരു കല്യാണത്തിന് വെച്ചാ കണ്ടേ. അമേസിംഗ് ഗേൾ. അല്ല, എത്ര കാലമായി ആദ്യമായിട്ട് കണ്ടിട്ട്? ഒരു 2-3 മാസമായി. എന്നിട്ട് അതിനുള്ളിൽ തന്നെ ആരെയും അറിയിക്കാതെ കല്യാണം കഴിക്കാൻ വരെ തീരുമാനിച്ചു. അതെന്താ കാര്യം? അത് ആ കുട്ടി ഹിന്ദു അല്ലേ? അതുകൊണ്ട് അവളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവള് സമയത്ത് കല്യാണം കഴിച്ചില്ലെങ്കിൽ അവളുടെ അമ്മാവൻ മരിച്ചു പോവും. അയ്യോടാ മോനെ, ഇതാദ്യം കേൾക്കുവാണല്ലോ വല്യമ്മച്ചി. ജാതകദോഷം വന്നാൽ അമ്മാവനും ദോഷം ഉണ്ടാവുന്നു. പക്ഷെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നീ ഒരു മകനല്ലേ ഉള്ളൂ. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിന്റെ കല്യാണം ആർഭാടമായിട്ടൊക്കെ നടത്തണമെന്ന്?
ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ഗ്രാൻഡായിട്ട് കല്യാണം ഒന്നും വേണ്ടെന്ന്. ഒരു ചെറിയ രജിസ്റ്റർ മാരേജ് നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അത്രയ്ക്ക് മതി. പിന്നെ ആഘോഷിക്കാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ പോയി ആഘോഷിക്കാം. ബാ. സോറി സർ, ഓൺലി കപ്പിൾസ്. എന്നതാ? എന്നെ കണ്ട ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നില്ലയോടാ. തടിയാ. വല്യമ്മച്ചി പൊളിയല്ലേ? പിന്നെ അടിപൊളി. എന്താടാ എല്ലാരും എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അത് വല്യമ്മച്ചി കണ്ടിട്ട് എല്ലാവർക്കും അസൂയ. ഈ പ്രായത്തിലും എന്താ ഗ്ലാമർ. നമുക്ക് അടിക്കാം. ടേബിളിന് വെയിറ്റ് ചെയ്യണം. ഇതിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആര് പറഞ്ഞു? എന്നാ പിന്നെ ഇതേ ഇരുന്നിട്ട് തന്നെ കാര്യം. ആഹാ, അത് ശരി. ഇത് ചവിട്ടി കയറാനൊന്നും ഇല്ലയോടാ. അവിടെ എക്സ്ക്യൂസ് മീ, ടു ലാർജ് വിസ്കി देना. ദാ പിടിച്ചോ. Cheers. അടിപൊളി. എന്റെ കൊച്ചുമോൻ കല്യാണം കഴിക്കാൻ പോകുന്ന വിവരം ഇത്രയും വലിയ ആഘോഷത്തോടെ അറിയിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്റെ മക്കളെ. നീ ഇപ്പൊ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിക്കുന്നത് അവിടെ അമ്മാവനെ രക്ഷിക്കാനാണോ അതോ ആ കുട്ടിയെ തന്നെ രക്ഷിക്കാനാണോ? പറ. അതെന്താ അങ്ങനെ ചോദിക്കാൻ? നിന്റെ കണ്ണിലൊരു കള്ളത്തരമുണ്ട്. വല്യമ്മച്ചി എന്താ പറഞ്ഞു വരുന്നേ? പറയേണ്ടത് ഞാനല്ലല്ലോ, നീയല്ലേ പറയേണ്ടത്. എനിക്കൊന്നും പറയാനില്ല. പോടാ. ആണാണെ നീ സത്യം തുറന്ന് പറയടാ. അപ്പാപ്പന്റെ പേര് കളയാൻ നടക്കുന്നു. എന്നതാടാ കാര്യം? ഓ ശരി, ഐ മേഡ് ഹർ പ്രഗ്നന്റ്. ആണോടാ മക്കളെ? എന്നോട് സ്വകാര്യമായിട്ട് പറയുമെന്ന് വിചാരിച്ച കാര്യം ഇത്രയും വലിയ പബ്ലിക് അനൗൺസ്മെന്റ് ആക്കുന്ന ഞാൻ വിചാരിച്ചില്ലടാ. അയ്യോ, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. എല്ലാം ചെയ്തു വെച്ചിട്ട് അവൻ കിടന്ന് ഉറക്കമായിരിക്കും. ഞാൻ ഒന്ന് കാണണ്ട അവനെ. എവിടെ? അവനോട് പോയി. അയ്യോ, അവൻ ആ ബാത്റൂമിൽ കാണും മറിയേ. ഡാ, നീ പുറത്തേക്കൊന്ന് വന്നേ. അമ്മച്ചിയോ? അമ്മച്ചിയെ പറ്റി വാട്ട് എ സർപ്രൈസ്. നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അമ്മച്ചി എന്നോട് എല്ലാം പറഞ്ഞു. എന്ത്? ഞാൻ കുളിക്കാം അമ്മച്ചി. അമ്മച്ചി പോയി റെസ്റ്റ് എടുത്തോ. എടാ ചക്ക, നീ വെളച്ചെടുക്കാതെ വരുന്നുണ്ടോ ഇല്ലയോ? ആ ശരി. ഇത്രയും ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്തിട്ട് തല പെരുത്തിട്ട് വയ്യ അമ്മച്ചി. അന്ന് ട്രെയിനിലൊന്ന് വരാന്ന് പറഞ്ഞാലോ? ആര് കേക്കാൻ? ഏത് നേരം എന്താ ഈ മൊബൈൽ എടുത്ത് ഇങ്ങനെ ഇരിക്കും. എന്റെ മോളെ, നീ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതല്ലേ, ഹാളിൽ ചെന്നിരിക്കേ. അമ്മച്ചി കാപ്പി എടുത്തോണ്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. എന്റെ കർത്താവേ. ചതിച്ചി. പതിച്ചിയോ? ചതിച്ചി എന്നോട് സത്യം ചെയ്തല്ലേ ആരോടും പറയില്ലാന്ന്. എടാ കൊച്ചനെ, ഞാൻ ആ രസീത് കണ്ടപ്പോ അവളെ വിളിച്ച് പറഞ്ഞതല്ലയോ? അതിനുശേഷമല്ലയോ നീ കാര്യങ്ങളൊക്കെ പറയുന്നത്? നീ പേടിക്കണ്ട, അവള് ഗർഭിണിയാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അതും കൂടി പോയി പറയാറില്ലേ? പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. ആഹാ, എന്നാ പിന്നെ അതുകൂടെ പറഞ്ഞിട്ട് ചതിക്കല്ലേ, പറയല്ലേ പ്ലീസ്.